എങ്ങനെയാണ് നമ്മുടെ സെക്കൻഡ് സെം രജിസ്റ്റർ ചെയ്യാന്നുള്ളതാണ് സ്വന്തമായിട്ട് ഞാൻ ഇതിൽ കാണിച്ചു തരുന്നത്. നിങ്ങൾ നേരെ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടിയിലൂടെ സ്ക്രോൾ ചെയ്ത് വരിക. സ്ക്രോൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യാം. മെയിൽ ഐ ഡിയും പാസ്വേഡും വെച്ചിട്ട് അടിയിൽ വന്നു കഴിഞ്ഞാൽ സെമസ്റ്റർ രജിസ്ട്രേഷൻ ഫോർ സെക്കൻഡ് ഈസ് ഓപ്പൺ ഇടുന്ന കാണും. അത് ക്ലിക്ക് ചെയ്യുക. ഇനി ആർക്കെങ്കിലും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ വ്യൂ ഓൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഈ ഓള് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെമസ്റ്റർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ സാധനം കാണും. അപ്പോൾ എന്ത് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ സെക്കൻഡ് സെമ്മിലേക്കുള്ള രജിസ്ട്രേഷൻ പോയാൽ മതി. അങ്ങനെ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇവിടെ സൈഡിലോട്ട് ആക്കുന്ന സമയത്ത് നമുക്കിവിടെ ചൂസ് എലക്റ്റീവ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവും. എലക്റ്റീവ് കോഴ്സ് ചൂസ് ചെയ്യാണ്ട് രജിസ്ട്രേഷൻ ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റില്ല, പിന്നെ ഈ ഫയലായി കാണിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ചൂസ് സെലക്റ്റീവ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, സിമ്പിൾ ക്രിമിനോളജിയാണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് മെഷീൻ ലേണിംഗ് പഠിച്ചുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല. കാരണം തിയറി പാർട്ടാണ്, പ്രാക്ടിക്കലൊന്നുമില്ല. പഠിച്ചുകൊണ്ട് ജോലി കിട്ടുമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ ക്രിമിനോളജി നമ്മൾ ഹിസ്റ്ററി റിലേറ്റീവ് ആയിരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കുന്ന ക്രൈമുകളും അതിനെപ്പറ്റിയൊക്കെ പറയുന്നതുകൊണ്ട് വലിയ ടഫ് ഉണ്ടാവില്ല. സോ അങ്ങനെ ക്രിമിനോളജി സെലക്ട് ചെയ്യുക. ഐ അഗ്രി വിത്ത് കണ്ടീഷൻ എന്ന് കൊടുക്കുക. കാരണം പിന്നീട് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത്. ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ മാറ്റാനുള്ള ഓപ്ഷൻ തരുള്ളൂ. കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിവിടെ സ്പോൺസർ കാൻഡിഡേറ്റ് ആണോ എന്ന് ചോദിക്കും. നിങ്ങളെല്ലാം രജിസ്റ്റർ ചെയ്ത സ്പോൺസർ കാൻഡിഡേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അത് കൊടുക്കുക. പിന്നെ അതല്ലാതെ നിങ്ങൾ കൊടുക്കരുത്. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പ്രോസസ്സും കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് ലാഗാം. അപ്പോൾ ഏറ്റവും നല്ല എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതായത് നിങ്ങൾ സ്പോൺസർ കാൻഡിഡേറ്റ് അല്ല എങ്കിൽ നിങ്ങൾ ഫീസ് അടച്ച് തന്നെയാണ് ജോയിൻ ചെയ്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോയിൽ അതിലങ്ങനെ ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നേരെ ഫീ അടക്കാനുള്ള ഓപ്ഷനിലേക്ക് വരും. പേനോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പേനോ ക്ലിക്ക് ചെയ്തിട്ട് ഡയറക്റ്റ് നമ്മൾ പേയ്മെൻറ്റ് ഓപ്ഷനിലേക്ക് പോവുക. പേയ്മെൻറ്റ് ഓപ്ഷൻ ഓക്കെ. പേയ്മെൻറ്റ് ഓപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ബാക്ക് അടിക്കരുത്. നിങ്ങൾ ആ സ്ക്രീനിൽ തന്നെ നിൽക്കുക. കാരണം ബാക്ക് അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഇത് സക്സസ് ആവില്ല. അങ്ങനെ ഇവിടെ നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻ യു ഹാവ് സക്സസ്ഫുള്ളി രജിസ്റ്റേർഡ് എന്ന് കാണിച്ചാൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് അടിക്കുക. സോ ഇപ്പോൾ ഇവിടെ സെം രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടുണ്ട്.